എന്തുകൊണ്ടാണ് 136 അടിയിൽ താഴെ ഡാം വരരുതെന്ന് നമ്മൾ പറയുന്നത്? അവിടെയാണ് ഈ 40 ലക്ഷം ആളുകളുടെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ പേടിപ്പിച്ചിട്ട് പുതിയ ഡാം പണിയണമെന്ന് പറയുമ്പോഴും 136 അടിയിൽ താഴെ പോകണ്ട എന്ന് പറയുമ്പോഴുള്ള കാര്യം എന്താ? നമ്മളെല്ലാവരും കുമിളിയിൽ ടൂറിസത്തിന് പോയിട്ടുള്ളവരാ പലരും. കുമിളിയിൽ ബോട്ടിങ്ങിന് പോയിട്ട്, കുമിളിയിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ബോട്ടാണ്. കുമിളിയിലെ ബോട്ട് ഓടുന്നത് മുല്ലപ്പെരിയാർ ഡാമിലാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിലാണ്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് താന്നാൽ കുമിളിയിലെ ബോട്ടിംഗ് നടക്കില്ല. കുമിളിയിലെ ടൂറിസം വ്യവസായത്തിന് അത് ബാധകമാവും. ടൂറിസം വ്യവസായം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ 40 ലക്ഷം ആളുകളുടെ ജീവനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതുമായി താരതമ്യപ്പെടുത്തിയാൽ ടൂറിസം വ്യവസായം ഒന്നുമല്ല. മാത്രമല്ല, ഈ വെള്ളം അവർ പറയുന്ന നിലയ്ക്ക് ഉയർന്നു കഴിഞ്ഞാൽ 152 അടിയോ 152 അടി വരെയൊക്കെ ഉയർന്നു വന്നാൽ, തമിഴ്നാട് ആവശ്യം അതാണ്, 142 കഴിഞ്ഞ് ഉയർന്നു വന്നാൽ കേരളം കയ്യേറിയ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ കുമിളി സിറ്റിയുടെയും പല ഭാഗങ്ങൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിനകത്താണ്. അത് പലതും മുങ്ങിപ്പോകും എന്നൊരു പ്രശ്നവുമുണ്ട്. അത് അനധികൃതമാണ്. തമിഴ്നാടിന് പാട്ടത്തിനോട് സ്ഥലത്ത് കേരളത്തിലെ ആളുകൾ ഹോട്ടൽ പണിതാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ചുരുക്കത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇതാകെ മനുഷ്യരെ പേടിപ്പിച്ചുണ്ടാക്കേണ്ട ഒരു പരിഹാരമല്ല. അങ്ങനെ ഇപ്പൊ മുല്ലപ്പെരിയാർ ഉടനെ പൊട്ടിപ്പോകും എന്ന് പറയാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയാണ്. ശാശ്വതമായ ഒരു പരിഹാരം അതിന് വേണം. ആ പരിഹാരം എന്തായിരിക്കണം? ആ പരിഹാരം ഇപ്പോൾ രാഷ്ട്രീയമായി കേരളവും തമിഴ്നാടും വളരെ അടുത്ത രണ്ട് കക്ഷികളാണ് ഭരിക്കുന്നത്. ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകൾ. അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യണം. മുല്ലപ്പെരിയാറിന്റെ ഭീഷണി കേരളത്തിന് എന്നേക്കുമായി ഒഴിവാക്കണം. തമിഴ്നാടിന് എന്നും വെള്ളം കിട്ടും എന്ന് ഉറപ്പാക്കണം. അതിന്റെ നേരത്തെ പറഞ്ഞ കരാറിന്റെ പ്രശ്നമുണ്ട്. പുതിയ ഡാം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് താഴെ സ്റ്റോറേജ് ഉണ്ടാക്കുകയും തമിഴ്നാടിന് ടണലിലൂടെ വെള്ളമെടുക്കുകയും ചെയ്യും. ചെറിയൊരു പ്രശ്നം അതിൽ വരാൻ സാധ്യതയുള്ളത്, തമിഴ്നാട് ഇപ്പോൾ കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ചില ഡാമുകളെ. അതൊന്നും വലിയ വിഷയമല്ല. കാരണം വെച്ചാൽ വൈകയിലൊക്കെ ഉണ്ടാക്കുന്ന വൈദ്യുതി വളരെ ചെറുതാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ നിരവധി വൈദ്യുതി കൊടുക്കൽ വാങ്ങലുകളുണ്ട്. കൽപ്പാക്കത്തു നിന്നും അതുപോലെ നെയ്വേലിയിൽ നിന്നും അതുപോലെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഗ്രിഡ് കൈമാറ്റമുണ്ട്. അതിന് ചെറിയൊരു വൈദ്യുതിയുടെ കാര്യത്തിൽ കേരളവും തമിഴ്നാടും തീരുമാനിച്ചാൽ, കേരളം കുമിളി ടൂറിസം വേണ്ട എന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് മതി എന്ന് തീരുമാനിച്ചാൽ, തീർച്ചയായും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്താൽ പരിഹാരമുണ്ടാകും. അല്ലാതെ നമ്മൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടും എന്നാണ് എൻ്റെ നിലപാട്. വളരെ ശാന്തതയോടെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കേരളവും തമിഴ്നാടും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.